ഇന്ന് ബീഹാറിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയെ അധികാരമേൽക്കും. പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആണ്. JDU ആയിരിക്കുമോ ഭരണത്തെ നിയന്ത്രിക്കുന്നത്? BJP ആയിരിക്കുമോ? കൃത്യമായി JDU ആയിരിക്കും, നിതീഷ് കുമാർ ആയിരിക്കും. നിതീഷ് കുമാറിനെ നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന സാധനമല്ല. 10 വർഷമായി 10 പ്രാവശ്യം അയാൾ മുഖ്യമന്ത്രിയായത് ഏതിലാ? ഒരു മുന്നണി നിന്നിട്ടല്ല. 90 മുതൽ 2025 വരെയുള്ള നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ചരിത്രം വെച്ച് ചോദിച്ചാൽ പുള്ളി വളരെ കൃത്യമായ പ്രഷർ പൊളിറ്റിക്സിൻ്റെ ആളാണ്. അതുകൊണ്ട് നിതീഷ് കുമാറിനോട് ഈ പണി നടക്കുമോ നമുക്ക് അറിയില്ല. കാര്യം 4 സീറ്റിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. 89, 85 എന്ന് പറയുമ്പോൾ 4 സീറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. അതുപോലെ പിന്നെ ചിരാഗ് പാസ്വാനെ എല്ലാവരെയും കൂടെ പിടിച്ചാൽ മാത്രമേ ഈ ഇത് പറ്റുള്ളൂ. പക്ഷേ എങ്കിലും ആഭ്യന്തരമന്ത്രി സ്ഥാനം ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്, ആൾറെഡി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ കൊടുത്തേക്കാം. കൂടുതൽ മന്ത്രിമാരുടെ ചിലപ്പോൾ ഒരു മന്ത്രിമാരെയൊക്കെ കൊടുത്തേക്കാം. പക്ഷേ അങ്ങനെ കൊടുത്താൽ നിതീഷ് കുമാർ എന്ത് ചെയ്യും? കേന്ദ്രത്തിലേക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കും. ഇനി വേറെ തമാശ എന്താണെന്നറിയാമോ? പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമല്ലോ. ഇനിയിപ്പോൾ വരുമ്പോൾ നിതീഷ് കുമാർ ചിലപ്പോൾ എന്ത് ചെയ്യും? സീറ്റ് കൂടുതൽ പിടിക്കും. 40 സീറ്റുണ്ട് അവിടെ. അതിൽ നിതീഷ് കുമാറിൻ്റെ പാർട്ടി സീറ്റ് കൊടുക്കണേ ഇതിന് കറക്റ്റായിട്ട് കണക്ക് എന്ത് ചെയ്യും? അയാൾ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്. ആര്? ഈ നമ്മളെ നിതീഷ് കുമാർ. അല്ല, ഇനി വരുന്ന 4 വർഷത്തിന് ശേഷമാണ്. 4 വർഷം ആവട്ടെ. ഇപ്പം ഇയാൾക്ക് 5 വർഷം ഉണ്ടല്ലോ. ഇയാളെ ഭരണ കാലയളവിൽ തന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമല്ലോ. അവിടെ 4 വർഷമല്ലേ ഉള്ളൂ. ഇവിടെ 5 വർഷം ഉണ്ടല്ലോ പുള്ളിക്ക്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭരണ കാലയളവിൽ തന്നെ എന്ത് വരും? ലോക്സഭ തെരഞ്ഞെടുപ്പ് വരികയും ചെയ്യും. ഇയാൾ മുന്നണിയിൽ നിൽക്കുകയല്ലേ, സ്വാഭാവികമായിട്ട് ഇയാൾ കണക്കൂട്ടി മേടിക്കും. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല, ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ 2 കാര്യം അവിടെ സംഭവിക്കും. ഒന്ന്, സീതാദേവിക്ക് ക്ഷേത്രം വരും. അതവർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമാണ്. അതോടുകൂടി ബീഹാറിൻ്റെ വേറൊരു സ്പിരിച്വൽ ടൂറിസവും വേറെ, ഇപ്പോൾ UP യിൽ രാമക്ഷേത്രവും ബീഹാറിൽ സീതാദേവി ക്ഷേത്രം, അതൊരു വലിയൊരു ഹൈപ്പ് അവർക്ക് ഉണ്ടാക്കും. ഗുജറാത്തിൽ അഹമ്മദ് പട്ടേലിൻ്റെ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇന്ത്യയിലെ ആ 3-4 സ്റ്റേറ്റുകളുടെ ഒരു പണമെന്ന് പറയുന്നത് വലിയ പൈസയാണ് ഇവിടെ വരുന്നത്. ഇപ്പം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ വയ്ക്കുന്നത് 3000 കോടി രൂപ, 2985 കോടി രൂപ ആയിട്ടാണ്. ഇപ്പം തന്നെ അവർക്ക് 5000 കോടി രൂപ വന്നു കഴിഞ്ഞോടെ ടൂറിസത്തിലൂടെ. അപ്പോൾ ഭയങ്കര പൈസ ഉണ്ടാകും. അയോധ്യയൊക്കെ വലിയ പൈസ ഉണ്ടാക്കുന്നുണ്ട്, തൊഴിലൊക്കെ കൊടുക്കുന്നുണ്ട് ഒരുപാട് പേർക്ക്. അപ്പോൾ അതൊന്ന്. പിന്നെ സ്ത്രീകൾക്ക് ഇനിയും കൂടുതൽ എന്ത് കൊടുക്കും പുള്ളിക്കാരൻ? ആനുകൂല്യം കൊടുക്കും. ഇപ്പം തന്നെ ഒരുപാട് കൊടുത്തല്ലോ, സ്ത്രീകൾക്ക് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് വേറൊരു തരത്തിലേക്കാണ് അവിടെ പോകുന്നത്. അപ്പോൾ എന്തായാലും ഒരു 9 പേരെ വീതം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് കേൾക്കുന്നത്. ബാക്കി 35 36 ആകും മൊത്തം. പക്ഷെ അതിനകത്ത് കുറച്ച് പേരെ ആഭ്യന്തരമന്ത്രി വരികയാണെങ്കിൽ അത് ആഭ്യന്തരമന്ത്രി വരികയാണെങ്കിൽ കുറച്ചുകൂടി ഒരു പ്രശ്നം വരും. കാരണം ആഭ്യന്തരമന്ത്രിയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഭരണത്തിൽ 2ാമനാണ്. പിന്നെ പോലീസ് കയ്യിലുണ്ടല്ലോ. പോലീസും വിജിലൻസും കയ്യിലുണ്ടെങ്കിൽ അതിന് വേറൊരു ഭരണത്തെ നിയന്ത്രിക്കാം, പല കാര്യങ്ങളും നിയന്ത്രിക്കാം. അപ്പോൾ അതുകൊണ്ട് കാര്യം പലരെക്കുറിച്ചുള്ള വിവരങ്ങൾ, അഴിമതി, മറ്റു കാര്യങ്ങളെല്ലാം സാധനം കൈ കിട്ടും. ആഭ്യന്തര വകുപ്പിലേ കിട്ടുള്ളൂ, വേറെ ആർക്കും കിട്ടത്തില്ലല്ലോ. നമുക്ക് തന്നെ ഇപ്പം നിങ്ങൾക്കൊരു കാര്യം അറിയാമെന്നറിയില്ല, ഞാൻ കേരളീയർക്ക് വേണ്ടിയിട്ട് ഇതിലൂടെ പറയുന്നത്. എല്ലാ ദിവസവും 10 മണിക്കും 11 മണി, ഒരു 12 മണിക്ക് മുമ്പായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു ഫയൽ ചെല്ലും. എല്ലാ ദിവസവും ചെല്ലും. ഇത് 24 മണിക്ക് അല്ല, 365 ദിവസവും, പിന്നെ 30 മാസവും അല്ല ദിവസവും 365 എല്ലാം എങ്ങനെ എടുത്താലും, വർഷം എടുത്താലും മാസം എടുത്താലും എങ്ങനെ എടുത്താലും എല്ലാ ദിവസവും ചെല്ലണം. എന്തായാലും കൊറോണ ആയാലും ചെല്ലണമെന്നാണ്. എന്താണ് റിപ്പോർട്ടെന്നറിയാവും? വിജിലൻസിൻ്റെ ഒരു റിപ്പോർട്ടാണ്, സീക്രട്ട് റിപ്പോർട്ടാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ സ്റ്റേറ്റിൽ എന്ത് സംഭവിച്ചു, ഇന്നിപ്പോൾ കൊടുത്താൽ നാളെ 24 മണിക്കൂറിനകത്ത് സ്റ്റേറ്റിൽ. അപ്പം മുഖ്യമന്ത്രിയുടെ ആഫീസോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിലാണ്. ആഭ്യന്തര വകുപ്പ് അറിയാത്ത ഒന്നും കൂടെ നടക്കില്ല. അത്ര മൈന്യൂട്ടായിട്ടുള്ള ലാൻഡ് ഓർഡർ സിസ്റ്റം ഉണ്ട് നമ്മുടെ രാജ്യത്ത്. പക്ഷേ എന്നിട്ട് ഇതും ആളുകൾ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവിടെ തീവ്രവാദികളൊന്നും രക്ഷപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? പൊളിറ്റിക്കൽ പാറ്റേണേജ് കിട്ടണോണ്ടാണ്. രാഷ്ട്രീയ സംരക്ഷണം ഇല്ല എന്നൊന്ന് പറഞ്ഞു നോക്കട്ടെ. 24 മണിക്കൂറിനകത്ത് എല്ലാവരും അകത്ത് കിടക്കും. കാരണം എല്ലാ വിവരം കിട്ടും ഇവിടെ. മനസ്സിലായില്ലേ? പുതിയൊരു കാർ വന്നാൽ എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യം വേണോ അതെല്ലാം കൂടി എവിടെ വരും? ഈ സ്റ്റേറ്റിനകത്ത് കിട്ടും. അപ്പോൾ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമാണ്. വിജിലൻസ് അതിനകത്തുണ്ട്. പിന്നെ ക്രൈം റെക്കോർഡ്സ്, പഴയ ക്രൈം റെക്കോർഡൊക്കെ, പഴയ നേതാക്കളുടെ ഉള്ള ക്രൈം റെക്കോർഡെല്ലാം ഞാൻ എടുക്കാൻ പറ്റും. എടുത്തുകൊണ്ട് നല്ലൊരു ഓഫീസർ പറഞ്ഞാൽ പൊക്കി എടുത്തുകൊണ്ട് വരും. നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ എല്ലാം പൊക്കിയെടുത്ത് ഫയലാക്കി വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് ആഭ്യന്തര വകുപ്പ് വലിയ പ്രധാനപ്പെട്ട വകുപ്പാണ്. മുഖ്യമന്ത്രിയേക്കാൾ വലിയ പ്രധാനപ്പെട്ട വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അപ്പോൾ ആഭ്യന്തര വകുപ്പ് BJP ചോദിക്കുമെന്നാണ് കേൾക്കുന്നത്. അവരുടെ ആൾറെഡി ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഭരണം നിയന്ത്രിക്കാൻ BJPക്ക് കഴിയും, തീർച്ചയായിട്ടും കഴിയും. അപ്പോൾ അതൊരു തരത്തിലാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ എന്താണ്, ഇന്ന് രാവിലെ 11 മണിക്കാണ് തോന്നുന്നല്ലേ? ഇന്നിപ്പോൾ പണി 10 ആയല്ലോ, 11:30 മണിക്കാണ്. പ്രധാനമന്ത്രി പങ്കെടുക്കുമോ? പ്രധാനമന്ത്രി അവിടെ ചെല്ലുമെന്നാണ് തോന്നുന്നത്. അപ്പം എന്തായാലും വലിയൊരു മുന്നേറ്റമാണ് ഉണ്ടാക്കിയത് അവിടെ. മാത്രമല്ല അപ്പുറത്ത് കലാപം ഉണ്ടാക്കാൻ പറ്റി. അതാണ് എൻ്റെ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എന്താണ്? കലാപ കുടുംബത്തിനുള്ളിൽ അല്ല, അപ്പുറത്ത് പാർട്ടിക്കകത്ത് ഉണ്ടാക്കാൻ പറ്റി. രാഹുൽ ഗാന്ധി ഒറ്റപ്പെട്ടു. രാഹുൽ ഗാന്ധിക്ക് ഇനി അവിടെ ഇറങ്ങി പ്രസംഗിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ജനങ്ങളില്ലല്ലോ. പിന്നെ ഇത് ചെയ്തു, കുടുംബത്തിനകത്ത് കലഹം ഉണ്ടാക്കാൻ പറ്റി. കുറച്ച് പേര് കഴിഞ്ഞിട്ട് മാറിയല്ലോ.
മൂത്ത മകൻ BJP ചേരാൻ നിൽക്കുന്നു, NDA ചേരാൻ നിൽക്കുന്നു, കുറേ MLA ചേരാൻ നിൽക്കുന്നു, മക്കൾ ചേരാൻ നിൽക്കുന്നു. എല്ലാവരും വേറെ രൂപത്തിലേക്ക് ആയിക്കളയും. ബീഹാർ രാഷ്ട്രീയം ഇനി വലിയ പ്രയാസമാണ്. മറ്റ് എതിരാളികൾക്ക് ഇനി കയറി വരാൻ ബംഗാൾ പോലായി. ബംഗാളിൽ CPM നും കോൺഗ്രസിനൊന്നും കയറി വരിക എളുപ്പമല്ലല്ലോ. അപ്പാടെ കയറി വരാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ ആരേ ഉള്ളൂ? BJP മാത്രമേ ഉള്ളൂ. ഒരു ആൾട്ടർനേറ്റീവായിട്ട് ഇപ്പോൾ അവിടെ നിൽക്കുന്ന BJP മാത്രമേ ഉള്ളൂ. അതുപോലെ വലിയ പരുക്കാണ്. രാഹുൽ ഗാന്ധി വലിയ പ്രചരണമാണ് നടത്തിയത്, എന്നിട്ട് എവിടെയായിരിക്കും പാളി പോയത്? രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രാക്ടിക്കൽ നേതാവല്ല, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ. അത് തന്നെ ഒരു വീഡിയോയ്ക്കുണ്ട്. ഈസ് എ തിയറിറ്റീഷ്യൻ. തിയറികൾ കൊണ്ട്, സിദ്ധാന്തങ്ങൾ കൊണ്ട് ഒരു ഭരണകൂടത്തെ മറിക്കാമെന്നാണ് പുള്ളി ധരിച്ചു വയ്ക്കുന്നത്. കുറേ സിദ്ധാന്തങ്ങളുമായിട്ട് പുള്ളി വരുന്നുമുണ്ട്. പ്രാക്ടിക്കൽ രാഷ്ട്രീയക്കാരനല്ല. പ്രാക്ടിക്കൽ രാഷ്ട്രീയക്കാരനെങ്കിൽ സൗഹൃദ മത്സരം നടത്തുമോ? ബീഹാറിൽ പോയിട്ട് സൗഹൃദ മത്സരം പ്രാക്ടിക്കലുകാരനെ നടത്തുമോ? ബീഹാറിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസമാണ് പുള്ളിക്കാരൻ പ്രഖ്യാപിക്കുന്നത് തേജസ്വി യാദവ് മുഖ്യമന്ത്രിയെന്ന്. അവിടെ സഖ്യം തുടങ്ങുമ്പോഴേ പ്രഖ്യാപിക്കണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. പിന്നെ അവിടെ ഈ ഒരു 6 മാസം മുമ്പ് അല്ലെങ്കിൽ 1 വർഷം മുമ്പെങ്കിലും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യണമായിരുന്നു. ആര്? കോൺഗ്രസ്. കേരളത്തിലൊക്കെ ഒരുപാട് പേർക്ക് ജോലി, വോട്ട് ചോരി കേൾക്കുന്ന ആരാ? യാത്ര നടത്തിയല്ലോ. അതാരാ കേൾക്കാൻ പറ്റുന്നത്? വോട്ട് ചോരി. ഇപ്പം നമ്മളൊരു പ്രകടനം വെച്ചെന്ന് വെച്ചോളൂ, ഇവിടെ ഒരു വലിയ പ്രകടനം, ഏത് പാർട്ടികൾ? ആരാ കേൾക്കാൻ പറ്റുന്നത്? സ്വന്തം പാർട്ടിക്കാർ. സ്വന്തം പാർട്ടിക്കാർ വന്നില്ലെങ്കിൽ വോട്ട് ചെയ്യൂലേ? ഇപ്പം ശ്രീജിത്ത് ഏതെങ്കിലും പാർട്ടി വിശ്വസിക്കണം, ശ്രീജിത്ത് ഒരു പ്രകടനത്തിന് പോയില്ലെങ്കിൽ വോട്ട് ചെയ്യുമല്ലോ. ഇത് കേൾക്കേണ്ടതാരാ? ക്രിട്ടിക്കൽ മാസാണ്. ക്രിട്ടിക്കൽ മാസം എന്ന് പറഞ്ഞാൽ ഈ പ്രകടനത്തിൽ നിന്ന് വരാത്തവരാണ്. അവരെങ്ങനെ അറിയും? അവരറിയണമെങ്കിൽ വീടാന്തരവും ഗ്രാമങ്ങളിലുമൊക്കെ ഇതിൻ്റെ പ്രോസസ്സ് ഉണ്ടാവണം. അപ്പോൾ ഇതുണ്ടായില്ല. ഇത് അടച്ചിട്ട് ഹാൾ റൂമിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയ പത്രത്തിൽ വരും. പത്രം വായിക്കുന്ന എത്ര പേരാണ് രാവിലെ എടുത്ത് പത്രം വായിച്ചിട്ട് ജീവിതം നോക്കുന്നവർ? എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ പത്രം വായിക്കുന്നത്? വീട്ടിൽ ഇവിടെ മലയാളിയായപ്പോൾ രാവിലെ കഴിച്ച് എല്ലാവരും കുടുംബമായിട്ട് പത്രം വായിച്ചിട്ടാണോ എല്ലാം നോക്കുന്നത്? ഒന്നും അല്ലല്ലോ. പത്രം വരുത്തും, അത് വേറൊരു സ്റ്റാറ്റസിൻ്റെ പ്രശ്നമായിട്ട് വരും. എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ പത്രം വായിക്കുന്നത്? അവിടെ ആരെങ്കിലും പത്രം വായിക്കുന്നുണ്ട്? ഈ പറഞ്ഞ ഗ്രാമത്തിലെ പാവപ്പെട്ട ജനങ്ങൾ ഫോണിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അത് കുറച്ച്, പക്ഷെ അത് ഗ്രാമങ്ങൾ മാത്രമല്ല, ഗ്രാമങ്ങളിൽ ചെന്നിട്ട് ഇവർക്ക് വേറെ ഒന്നും പറയാനില്ലെന്നേ. വോട്ടേഴ്സ് പേര് മാറി കിടക്കുന്നത് എൻ്റെ പേരുണ്ട്, എനിക്ക് കുഴപ്പമില്ലെന്നല്ലേ വിചാരിക്കുള്ളൂ. കണക്ട് ചെയ്യണ്ടേന്നേ. ഇപ്പോൾ ശ്രീജിത്തിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഇങ്ങനെ സുഭാഷിൻ്റെ വോട്ടിൽ കള്ള വോട്ടാണ്. ശ്രീജിത്ത്, എനിക്കെന്ത്? നിങ്ങളുടെ ലൈഫിനെ അത് ബാധിക്കുന്നില്ല. നിങ്ങളുടെ ലൈഫിനെ, എൻ്റെ ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, അഴിമതി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് വികാരം വരും. ഒരാൾ ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ വൈഷ്ണയുടെ പേര് ഇപ്പം തിരുവനന്തപുരത്ത് വന്ന് വെട്ടിയല്ലെന്ന് വെട്ടില്ല, എനിക്ക് തൊട്ടടുത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്താ, എനിക്കെന്തൊരു വികാരം? എനിക്ക് വല്ല വികാരമുണ്ടോ? അച്ഛൻ ഒരു അഴിമതി നടത്തിയെന്ന് കേട്ടാൽ നമുക്ക് രക്തം തിളയ്ക്കും. അഴിമതി നടത്തി ഒരാൾ, അല്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടണം, ജോലി, അത് വിളയ്ക്കും. ഇത് കണക്ട് ചെയ്യാൻ വിഷയങ്ങളില്ല. അവിടെ എന്ത് പറഞ്ഞാൽ കണക്ട് ചെയ്യുന്നത്? മാത്രമല്ല അപ്പുറത്തെ ആശ എന്ത് കൊടുത്തിരിക്കുകയാണ്? ആവശ്യം പോലെ പെണ്ണുങ്ങൾക്കും സ്ത്രീകൾക്കും ആവശ്യം പോലെ വാരിക്കോരി കൊടുത്തിരിക്കണം പാവപ്പെട്ട് നിതീഷ് കുമാർ. ഒരു വശത്ത് എല്ലാം വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പുറത്ത് വന്നിട്ട് വോട്ട് ചോരി എന്നൊക്കെ പറഞ്ഞ് ആര്? പിന്നെ അത് കോൺഗ്രസ്സുകാരെ വോട്ട് ചെയ്യാൻ മടിക്കും. മാത്രമല്ല അവിടെ ഈ നമ്മുടെ ചാനലുകാരൊക്കെ പലരും പോയിട്ട് ഇന്റർവ്യൂ കൊടുക്കുമല്ലോ ചെറുപ്പക്കാരുടെയൊക്കെ. അവർ എന്തെന്ന് വോട്ട് ചോരി? എനിക്ക് വോട്ടുണ്ട്, ഐ എം ഹാപ്പി. പിന്നെ എന്താ വോട്ട് ചോരി? ഒരു വോട്ട് ചോരിയില്ല. ഞാൻ വീണ്ടും ഒരു കാര്യം ചോട്ടെ, വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് ഒഴിവാക്കിയ കുറച്ചുപേരുണ്ടെന്നാണല്ലോ ഇവർ പറയുന്നത്. അവരുടെ പ്രകടനം നടത്താത്തെന്താ? അത് വേറൊരു പ്രകടനമാണ്. അവരെ കൊണ്ടുവന്ന് പ്രകടനം നടത്താത്തെന്താ? അല്ലാതെ കോൺഗ്രസിന് വരുന്ന സ്ഥിരം ആളുകളെ നിതീഷ് കുമാറിൻ്റെ അല്ല നമ്മുടെ തേജസ്വി യാദവിൻ്റെ പാർട്ടിക്കാരായിട്ടുള്ളവർ അല്ലെങ്കിൽ ഇവിടെ വോട്ട് ചെയ്യുമോ? അവർ വോട്ട് ചോർന്നാലും ഇല്ലെങ്കിലും ഒക്കെ വോട്ട് ചെയ്യുന്നവരാണ്. അവരെ വിളിച്ചു നിർത്തി വോട്ട് ചോർന്നെന്ന് പറഞ്ഞാൽ അവരിത് ആരെങ്കിലും ചെന്ന് പറയണ്ടേ? വേറെ ആളുടെ പറയാനൊരു സംഘടന സംവിധാനം ഇല്ലെന്ന് അവിടെ DCC ഓഫീസ് പൂട്ടിയിട്ടിട്ട് വർഷങ്ങളായെന്നാണ്, വലയടിച്ച് കൊതുവും കയറി കിടക്കണമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ സംഘടനയില്ല അവിടെ. സംഘടനയില്ല, സൗഹൃദ മത്സരം. അതാ ഞാൻ പറഞ്ഞത്, പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യൻ അല്ല. പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യനാണ് അപ്പുറത്ത് നിൽക്കുന്നവർ. അവർ ആരെ വേണോ എന്ത് വേണോ ചെയ്തും അവർക്ക് ഭരണം പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പുറത്ത് അങ്ങനെ ഇല്ല. ഇയാളൊരു തിയറിറ്റീഷ്യനാണ്. അത് മാറിയിട്ടില്ല, ഇനി സമയമെടുക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.